അതിജീവിതയെ അവഹേളിച്ചവർക്ക് പണി ഉറപ്പ്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി വീഡിയോ ചെയ്ത മാർട്ടിനെതിരെ കേസെടുക്കുകയാണ് തൃശൂർ പോലീസ്. വീഡിയോ ഷെയർ ചെയ്തവരും പ്രതികളാവും. വിവാദ വീഡിയോ ഷെയർ ചെയ്ത 27 അക്കൗണ്ട് ഉടമകളെ തിരിച്ചറിയുകയും ചെയ്തു. ലിങ്കുകളും കണ്ടെത്തി അതിജീവിതയെ അവഹേളിച്ചവർക്ക് പണി ഉറപ്പാണ്. എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി വീഡിയോ പോസ്റ്റ് ചെയ്ത രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിക്കെതിരെ തൃശൂർ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു. കേസിൽ വിധി വന്നതിന് പിന്നാലെ മാർട്ടിൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോ പങ്കുവച്ചതിനെ തുടർന്നാണ് ഈ നടപടി. ഈ വീഡിയോയുടെ പേരിൽ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർട്ടിൻ ജാമ്യത്തിലിറങ്ങിയ സമയത്ത് ചിത്രീകരിച്ചുവെന്ന് കരുതുന്ന ഈ വീഡിയോയിൽ അതിജീവിതയുടെ പേര് പരാമർശിക്കുന്നതിനൊപ്പം അന്വേഷണ സംഘത്തിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ അതിജീവിത മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയായിരുന്നു. തന്റെ സ്വകാര്യത ലംഘിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന നടിയുടെ ആവശ്യത്തെ തുടർന്ന് മുഖ്യമന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് തൃശൂർ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ കേസിലെ പ്രതിയായ മാർട്ടിൻ വിയ്യൂർ ജയിലിൽ ശിക്ഷാ തടവുകാരനാണ്. മാർട്ടിൻ പുറത്തുവിട്ട വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചവരും കേസിൽ പ്രതികളാകുമെന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട്. നവമാധ്യമങ്ങളിലെ 27 അക്കൗണ്ട് ഉടമകളെ ഇതിനോടകം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. വീഡിയോയുടെ 27 ലിങ്കുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിജീവിതയുടെ പേരോ വ്യക്തിവിവരങ്ങളോ വെളിപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണെന്നിരിക്കെ വീഡിയോ ഷെയർ ചെയ്തവർക്കെതിരെ IT നിയമപ്രകാരമുള്ള കർശന നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം. കേസിൽ വിധി വന്നതിന് പിന്നാലെയാണ് അതിജീവിതയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള മാർട്ടിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിടുകയും 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവും വിധിച്ചിരുന്നു. വിചാരണ കോടതിയുടെ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകാനിരിക്കെയാണ് വീഡിയോയ്ക്കെതിരെ അതിജീവിത പരാതിയുമായി മുന്നോട്ട് പോയത്. എന്തുതന്നെയായാലും അതിജീവിതയെ അവഹേളിച്ചവർക്ക് പണി ഉണ്ടാകുമെന്ന് ഉറപ്പ്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി വീഡിയോ ചെയ്ത മാർട്ടിനെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന റിപ്പോർട്ടാണ് അറിയാൻ കഴിയുന്നത്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.